ഇടുക്കി ശാന്തൻപാറയിൽ കാട്ടാന ആക്രമണത്തിൽ ഫോറസ്റ്റ് വാച്ചർ കൊല്ലപ്പെട്ടു. പന്നിയാർ എസ്റ്റേറ്റ് സ്വദേശി ശക്തിവേലാണ് മരിച്ചത്. പന്നിയാർ എസ്റ്റേറ്റിൽ എത്തിയ കാട്ടാന കൂട്ടത്തെ ഓടിക്കാൻ എത്തിയതായിരുന്നു ശക്തിവേൽ. അപകടകാരിയായ അരിക്കൊമ്പനും 3 ആനകൾ അടങ്ങുന്ന മറ്റൊരു കൂട്ടവും രാവിലെ ഈ മേഖലയിൽ എത്തിയിരുന്നു. വിവരം അറിഞ്ഞ ശക്തിവേൽ ഇവിടെ എത്തി. രാവിലെ കനത്ത മഞ്ഞ് ആയിരുന്നതിനാൽ ആനകളെ ദൂരെ നിന്ന് കാണാൻ സാധിച്ചില്ല എന്നാണ് കരുതുന്നത്. രാവിലെ 6:30ക്കും 7:00നും ഇടയിലാണ് സംഭവം. ശക്തിവേലിനെ കാണാതായതോടെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തിരച്ചിലിലാണ് തേയിലച്ചെടികൾക്കിടയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ ഒരു വാച്ചറിന് ഇത് സംഭവിച്ചു. ഇങ്ങനെ കൊണ്ടുവരും, ഒരു പട്ടിയെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ തന്നെ ആയിരിക്കും. ആനയ്ക്ക് അവർക്ക് വിലയുണ്ട്, ഞങ്ങൾക്ക് വിലയില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികൾ പൂർത്തീകരിക്കാതെ പോലീസ് എത്തുന്നതിനു മുമ്പ് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഫോറസ്റ്റ് വണ്ടി വന്നിട്ട് ആൾക്കാർ ഈ ശവത്തെടുത്തോണ്ട് ഓടി രക്ഷപ്പെട്ട് ആൾക്കാർ തടഞ്ഞ് ആൾക്കാർ റിവേഴ്സ് എടുത്ത് വണ്ടിയെടുത്ത് ആൾക്കാർ തള്ളിവിട്ടിട്ട് ഈ വണ്ടിയെ കൊണ്ടുപോയി. ഈ അരിക്കൊമ്പിനെ വെച്ച് വലിയ ശല്യമായി ഇവിടെ 10, 15, 20 ആനകൾ ഈ 1 മാസം മാർച്ച് തമ്പടിച്ച് നിൽക്കുക. കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. സംസ്ഥാനത്ത് ഏറ്റവുമധികം കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ള പ്രദേശമാണിത്. ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന തോട്ടം മേഖലയിൽ 2 പതിറ്റാണ്ടിനിടെ 40-ൽ-അധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. മതികെട്ടാൻ ചോലയിൽ നിന്നുള്ള ആനകളാണ് മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. ചില്ലിക്കൊമ്പൻ, അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങിയ ഒറ്റയാന്മാർ മേഖലയിൽ നാശം വിതയ്ക്കുന്നത് പതിവാണ്. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. കാട്ടാന ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർ കൊല്ലപ്പെട്ടതിൽ ശാന്തൻപാറയിൽ പ്രതിഷേധം. ദേശീയപാതയിലെ തൊണ്ടിമലയിലാണ് റോഡ് ഉപരോധിക്കുന്നത്. പ്രതിഷേധത്തിൽ ദേവികുളം MLA S. രാജയും പങ്കെടുത്തു. വനംവകുപ്പ് ശക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ സമരം നടത്തുമെന്ന് MLA പറഞ്ഞു. വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. വിലങ്ങാടി കോളനിയിലെ ബാലൻ, സഹോദരൻ സുകുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിതാവിന്റെ മൃതദേഹം കാട്ടിനകത്തെ ശ്മശാനത്തിൽ മറവു ചെയ്യാൻ ശ്രമിക്കവെയാണ് കാട്ടാന ആക്രമിച്ചത്. മരിച്ചതിന് ഇവര് കുഴിയെടുക്കാനായിട്ട് ഉൾക്കാട്ടിന്റെ ഉള്ളിലാണ് ഇവർക്ക് ചുടുമാൾ. അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് പിന്നെ ആന തട്ടിയത്. എറിഞ്ഞതാണ്. എനിക്ക് ഞാൻ കണ്ടില്ല. ഒരു ചെവിയും പോയി, ഒരു ഭാഗം കൈ പുറകു ഭാഗമൊക്കെ മുടിഞ്ഞിട്ടുണ്ട്. ആനശല്യമൊക്കെ ഉള്ള ആന കാട്ടിന്റെ ഉള്ളിൽ തന്നെയാണ്. അവിടെ ആനശല്യമുണ്ട്. തൃശൂർ പാലപ്പിള്ളിയിൽ മാനിനെ പുലി കൊന്ന നിലയിൽ. ഒണലപ്പറമ്പ് ഹാരിസൺ മലയാളം തോട്ടത്തിനടുത്തുള്ള റോഡിലാണ് മാനിന്റെ ജഡം കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിൽ പരിശോധന നടത്തി. കാട്ടാനയ്ക്ക് പുറമെ ജനവാസ മേഖലയിലെ പുലി സാന്നിധ്യവും ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നെടുങ്കണ്ടത്ത് മകളെ പീഡിപ്പിച്ച കേസിൽ അച്ഛന്റെ ചിത്രം പുറത്തുവിട്ട് പോലീസ്. വാട്സാപ്പിലൂടെ പോലീസുകാർ പ്രതിയുടെ ചിത്രം പ്രചരിപ്പിച്ചു. ഇയാൾ ഇന്നലെ പോലീസിനെ വെട്ടിച്ച് കടന്നിരുന്നു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിനിടെയാണ് പ്രതി രക്ഷപ്പെട്ടത്. സംഭവത്തിൽ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. നെടുങ്കണ്ടം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷാനും ഷമീർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. രക്ഷപ്പെട്ട പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച 5 വയസ്സുകാരന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി. ജാർഖണ്ഡ് സ്വദേശിയും കാസർഗോഡ് ആവിക്കരയിലെ താമസക്കാരനുമായ മുഹമ്മദ് മുംതാസ് ഷാഹിന ദമ്പതികളുടെ മകൻ മുഹമ്മദ് മീജൻ എന്ന കുട്ടിക്കാണ് ഈ ദുരവസ്ഥ. മുഹമ്മദ് മീജൻ റേജയ്ക്ക് 6 മാസങ്ങൾക്ക് മുൻപാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു ആദ്യ ചികിത്സ. തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിശദമായ പരിശോധനയിൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. ജനുവരി 17-ന് ശസ്ത്രക്രിയ നടത്താമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിലെത്തിയ മീജൻ റേജയ്ക്ക് അസുഖം മൂർച്ഛിച്ചെന്നും
ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നും പറഞ്ഞ് ഡോക്ടർമാർ കൈയൊഴിയുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ജനുവരി 26 17 ഡേറ്റ് വന്നത്. അതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തിരിച്ചു വരണമെന്നിട്ട് പോയി. അതിനിടയിൽ കുട്ടിക്ക് വീണ്ടും അസുഖം കൂടുതലായി. രണ്ടാമതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ജനുവരി അവസ്ഥ വളരെ മോശമാണ്. ജനുവരി 17 കുട്ടിയെ കൊണ്ട് വീണ്ടും അസുഖം മൂർച്ചപ്പോൾ പോയപ്പോൾ ഇപ്പം ചെയ്യാൻ പറ്റില്ല, ഇനിയും 1 മാസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമാണ്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്താൻ കഴിയാതെ ദുരിതത്തിലാണ് ഈ നിർധന കുടുംബം. ഹോട്ടൽ ജീവനക്കാരനായ മുഹമ്മദ് മുംതാസിന്റെ വരുമാനം മാത്രമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം. അതിഥി തൊഴിലാളിയായ മുഹമ്മദ് മുംതാസ് മകന് വിദഗ്ധ ചികിത്സ നൽകാൻ സർക്കാരിന്റെ കരുതൽ കാത്ത് കഴിയുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. വയനാട്ടിൽ 9 വയസ്സുകാരന്റെ കാലിൽ തറച്ച മുള്ളെടുക്കാതെ സർജറി നടത്തിയെന്ന പരാതിയുമായി കുടുംബം. അഞ്ചുകുന്ന് മങ്കാണി കോളനിയിലെ രാജൻ വിനീത ദമ്പതികളുടെ മകൻ നിദ്വേദിനാണ് ദുരനുഭവമുണ്ടായത്. സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വയനാട് DMO. പനമരം അഞ്ചുകുന്ന് വിദ്യാനികേതൻ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിദ്വൈദിനെ കാലിൽ മുള്ളു തറച്ചതിനെ തുടർന്ന് ജനുവരി 3 മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി മടങ്ങിയ കുട്ടിക്ക് വേദന കുറയാത്തതിനെ തുടർന്ന് വീണ്ടും 6 മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. തുടർന്ന് 4 ദിവസം അഡ്മിറ്റ് ചെയ്ത ശേഷം എടുത്ത എക്സ്റേയിൽ കാൽപാദത്തിൽ എന്തോ തറച്ചിട്ടുണ്ടെന്നും വിദഗ്ധ ചികിത്സയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനും നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ എക്സ്റേയിൽ കണ്ട പ്രകാരം കാലിൽ തറച്ച മുള്ള എടുക്കുന്നതിനായി 11 സർജറി നടത്തിയത് മറ്റൊരിടത്തായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പോയി സ്കാനിങ്ങും എക്സ്റേ ഒക്കെ എടുത്ത് അവർ 10-ാം തീയതി ആണ് പോയത്. 11-ാം തീയതി തന്നെ സർജറി ചെയ്തു. 10-ാം തീയതി കഴിഞ്ഞ് 17-ാം തീയതി ഇവിടെ വന്നു. 18-ാം തീയതി രാവിലെയാണ് ഈ കുട്ടി വല്ലാണ്ട് വേദനിച്ച് പൊളഞ്ഞിട്ട് അച്ഛൻ എന്താണെന്ന് നോക്കിയപ്പോൾ ഇത് ഒരു കറുത്തൊരു സാധനം തള്ളി പോരുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ചെറിയ കത്രി എടുത്ത് ഇങ്ങനെ വലിച്ചു നോക്കുമ്പോഴാണ് ഒരു ഇല്ലിമുള്ള് ഈ കാലിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടിന്മേൽ നടപടി സ്വീകരിക്കുമെന്നും വയനാട് DMO വ്യക്തമാക്കി. ന്യൂസ് 18 വയനാട്. കൊല്ലം ആയൂരിൽ മദ്യപസംഘത്തിന്റെ മർദ്ദനമേറ്റ ഗൃഹനാഥൻ തൂങ്ങി മരിച്ച കേസിൽ 3 പ്രതികൾ പിടിയിൽ. നാഫൽ, ആൻസൺ, ഫൈസൽ എന്നിവരാണ് പിടിയിലായത്. 4ാമത്തെ പ്രതി മോനിഷ് രാവിലെ കീഴടങ്ങിയിരുന്നു. മകളെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്ത അജയ്കുമാറിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നു. ഇതിൽ മനംനൊന്ത് പിതാവ് അജയ്കുമാർ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. പുനലൂർ എലിക്കാട്ടൂർ പാലത്തിന് സമീപം ഒഴുക്കിൽപ്പെട്ട് കാണാതായ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തട്ടാർക്കോണം സ്വദേശി ഷിജു പ്രകാശാണ് മരിച്ചത്. എലിക്കാട്ടൂർ പാലത്തിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം ലഭിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും പ്രദേശവാസികളും ഷിജുവിനായുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കൊല്ലത്ത് നിന്നുള്ള സ്കൂബ ഡൈവിംഗ് ടീമിന്റെ തെരച്ചിലാണ് മൃതദേഹം കണ്ടുകിട്ടിയത്. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം വളാഞ്ചേരി കരേക്കാട് ചെങ്കൽ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. ലോറി ഡ്രൈവറായ ചേനാടൻ കുളമ്പ് സ്വദേശി ജലീലാണ് മരിച്ചത്. രാവിലെ 11:30 ആയിരുന്നു അപകടം. ചെങ്കല്ലുമായി വരികയായിരുന്ന ലോറി ബ്രേക്ക് നഷ്ടപ്പെട്ട് മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. നാട്ടുകാർ വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ജലീലിനെ പുറത്തെടുത്തത്. അടിവാട് ടൗണിൽ ഡിവൈഎഫ്ഐ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ഡിവൈഎഫ്ഐ കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് രാജ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി ഷിജോ എബ്രഹാം, ട്രഷറർ ശരത് രാജൻ എന്നിവർ പങ്കെടുത്തു. ആറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മാണ പുരോഗതി അടൂർ പ്രകാശ് MP വിലയിരുത്തി. കടമ്പാട്ടുകോണം കഴക്കൂട്ടം ദേശീയപാത 66ന്റെ ഭാഗമായ ആറ്റിങ്ങൽ ബൈപ്പാസാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായ RDS എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 2025-ൽ പൂർത്തീകരിക്കണമെന്നതാണ് കരാർ. കാലാവസ്ഥ കൂടി അനുകൂലമായാൽ കാലാവധിക്ക് മുമ്പും നിർമ്മാണം പൂർത്തീകരിക്കാമെന്നാണ് പ്രതീക്ഷ. വാഹന തട്ടിപ്പ് വീരനെ തൃശൂർ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട്
പെരുവെമ്പ് സ്വദേശി ഷാഹിദിനെയാണ് അന്തിക്കാട് ഇൻസ്പെക്ടർ PK ദാസും സംഘവും അറസ്റ്റ് ചെയ്തത്. പെരിങ്ങോട്ടുകര സ്വദേശിയിൽ നിന്ന് വാടകയ്ക്കെടുത്ത വാഹനം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 2022 ജൂണിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആലുവയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. മറ്റ് പല പോലീസ് സ്റ്റേഷനുകളിലും പ്രതിക്കെതിരെ സമാന തട്ടിപ്പ് കേസുകൾ നിലവിലുണ്ട്. നാട്ടുവർത്തമാനം തുടരും ഇടവേളയ്ക്ക് ശേഷം. മലപ്പുറം എടപ്പാളിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ സംഘർഷം. മത്സരത്തിനിടെ ടീം അരീക്കോട് നേടിയ ഗോൾ റഫറി ഓഫ് സൈഡ് വിളിച്ചതാണ് സംഘർഷത്തിന് കാരണം. താൽക്കാലിക സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് കൌണ്ടർ ഒരു വിഭാഗം കാണികൾ തല്ലിത്തകർത്തു. എടപ്പാൾ പൂക്കരത്തറ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ടൂർണമെന്റിനിടെയാണ് സംഘർഷം ഉണ്ടായത്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും അരീക്കോട് ടൗൺ ടീമും തമ്മിൽ നടന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ അരീക്കോട് ടീം നേടിയ ഗോൾ റഫറി ഓഫ് സൈഡ് വിളിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. കാണികളിൽ ഒരാൾ പകർത്തിയ വീഡിയോ ഉയർത്തിക്കാട്ടി ചിലർ റഫറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്തു. ഇതവഗണിച്ച് മത്സരം തുടരുകയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയിക്കുകയും ചെയ്തതോടെയാണ് സംഘർഷമുണ്ടായത്. അരീക്കോട് ടീമിന്റെ ആരാധകർ ഗ്രൗണ്ടിലിറങ്ങി ബഹളം വെക്കുകയും ഒരു കൂട്ടം കാണികൾ ടിക്കറ്റ് കൗണ്ടർ അടിച്ചു തകർക്കുകയും ചെയ്തു. സൂപ്പർ സ്റ്റുഡിയോയെ വിജയിപ്പിക്കാൻ സംഘാടകർ കൂട്ടുനിന്നു എന്നാരോപിച്ചായിരുന്നു ആക്രമണം. മത്സരം നിയന്ത്രിച്ച റഫറിമാരെ തടഞ്ഞുവെക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് എത്തിയാണ് സംഘർഷാവസ്ഥ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് 18 എടപ്പാൾ. പത്തനംതിട്ട നഗരത്തിലെ തീപിടുത്തത്തിന് ശേഷവും രക്ഷാപ്രവർത്തനത്തിന് പരിമിതമായ സൌകര്യങ്ങളാണ് ജില്ലാ ആസ്ഥാനത്തുള്ളത്. അടിയന്തര സാഹചര്യങ്ങളിൽ ഫയർഫോഴ്സിന് വെള്ളം ശേഖരിക്കാൻ പോലും നഗരത്തിൽ സൌകര്യങ്ങളില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. തിരക്കുള്ള നഗരത്തിൽ ഇനിയൊരു അഗ്നിബാധയുണ്ടായാൽ രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായി മാറാനാണ് സാധ്യത. ഇടുങ്ങിയ റോഡുകളും നിരവധി കച്ചവട സ്ഥാപനങ്ങളും 7 പെട്രോൾ പമ്പുമുള്ള പത്തനംതിട്ട നഗരത്തിൽ പെട്ടെന്ന് തീപിടുത്തമുണ്ടായാൽ അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തുന്നത് ദുഷ്കരമാണെന്നാണ് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. തീപിടുത്തമുണ്ടായാൽ വെള്ളം ലഭിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ നഗരത്തിലില്ലാത്തതാണ് വെല്ലുവിളി. അപകട സമയങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വെള്ളം എത്തിക്കുന്നത് പ്രായോഗികമല്ലെന്നാണ് ഫയർഫോഴ്സിന്റെ വിലയിരുത്തൽ. പത്തനംതിട്ട നഗരത്തിലെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനവും പരിമിതമായ സൗകര്യങ്ങളിലാണ്. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായാൽ ഇവർ നേരെ ഓടിപ്പോകേണ്ടത് കല്ലറക്കടവ് അച്ചൻകോലാറ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിലേക്ക് പോവുകയാണ്. അതൊരു വലിയ കുന്നിന് മുകളിലാണ്. അവിടെ പോയിട്ട് തിരികെ വരുമ്പോഴേ വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴേക്ക് ഇവിടെ തീപിടുത്തം എല്ലാം കഴിയും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ പത്തനംതിട്ട നഗരത്തോട് ചേർന്നുള്ള അച്ചൻകോലാറ്റിൽ നിന്നുമാണ് അഗ്നിശമന സേനയുടെ വാഹനങ്ങളിൽ വെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ ഇത് പലപ്പോഴും പ്രായോഗികമല്ലെന്നിരിക്കെ നഗരമധ്യത്തിൽ തന്നെ വെള്ളം ലഭ്യമാക്കണമെന്നാണ് ഫയർഫോഴ്സിന്റെ ആവശ്യം. ഇക്കാര്യത്തിൽ കാലങ്ങളായി നഗരസഭ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ഫയർഫോഴ്സിന്റെ ആക്ഷേപം. ന്യൂസ് 18 പത്തനംതിട്ട. ഈർക്കിലിയിൽ മനോഹര രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് 47-കാരനായ രമേശൻ. ശാരീരിക ആവശ്യകതകൾക്കിടയിലും നിർമ്മിക്കുന്ന വസ്തുക്കൾ വാങ്ങാൻ ആളെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കലാകാരൻ. 24-ാം വയസ്സിലാണ് വടകര മേപ്പയിലെ രമേശിന് അപൂർവ രോഗം പിടിപെടുന്നത്. ഇപ്പോൾ ഊന്നുവടിയുടെ സഹായത്തോടെയാണ് ജീവിതം. രോഗത്തിന്റെ വേദനയ്ക്കും അവശതയ്ക്കുമിടയിലും മനോഹര സൃഷ്ടികൾ നിർമ്മിക്കുകയാണ് ഈ കലാകാരൻ. 5 മാസം രാവും പകലും ഒരുപോലെ പണിപ്പെട്ട് നിർമ്മിച്ച വസ്തുക്കളടക്കം ഇക്കൂട്ടത്തിലുണ്ട്. മരുന്നുകൾ മടുപ്പിച്ചപ്പോൾ മറുമരുന്നായി തുടങ്ങിയതാണ് ഈർക്കിലിയിൽ തീർക്കുന്ന രൂപങ്ങൾ. ശംഖും നിലവിളക്കും മിന്നാരവും വാൽക്കിണ്ടിയും തുടങ്ങി നിരവധി ശില്പങ്ങൾ ഇദ്ദേഹം നിർമ്മിച്ചു. ഇത് ഈർക്കിൾ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ, വേറൊന്നും ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. മെറ്റീരിയൽ ഈർക്കിൾ മാത്രം. അത് ഈർക്കിൾ കൊണ്ടൊരു ഫ്രെയിം ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കുന്നതാണ് ഈർക്കിൾ. പിന്നെ ഇതിലാകെ 4 സാധനം ഉപയോഗിക്കുന്നത്: മെറ്റീരിയൽ ഈർക്കിളും ഒട്ടിക്കാനുള്ള ഗമ്മും, പിന്നെ ഇത് 1 മീറ്റർ ഉയരമുണ്ട്, വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ അടിയിൽ എന്തെങ്കിലും ടൈൽസ് പീസ് കൊടുക്കുന്നുണ്ട് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പണി കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും. ഏറെ വർഷം കേടുകൂടാതെ ഇരിക്കും ഈ ശില്പങ്ങൾ. ഈ വൈദഗ്ധ്യത്തെ തിരിച്ചറിയുന്ന സമൂഹമാണ് രമേശന്റെ പ്രതീക്ഷ. നിർമ്മിച്ച ശില്പങ്ങൾ വിറ്റഴിക്കപ്പെടണമെന്നും ഈ കലാകാരൻ ആഗ്രഹിക്കുന്നുണ്ട്.
ഉപജീവനത്തിനൊപ്പം മികച്ച ചികിത്സ ലഭിക്കാൻ ഈ കലാകാരന് കൈത്താങ്ങാകാൻ നല്ല മനസ്സുകൾക്കാവുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 വടകര. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.